ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാടാണ് ഗൈസ്. തമിഴ്നാട്ടിലെ ദൃശ്യ ഭംഗി പ്രകൃതി രമണീയമായ ഈ സ്ഥലങ്ങളൊക്കെ കണ്ടാണ് ഗൈസ് ഞാനിവിടെ നിൽക്കുന്നത്. ഞാനിന്ന് പോകാൻ പോകുന്നത് സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സൺഫ്ലവറൊക്കെ കാണാൻ വേണ്ടിയാണ്. അറിയത്തില്ല സൺഫ്ലവർ കാണാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, പക്ഷെ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. നോക്ക് ഗൈസ്, കണ്ടു ഗൈസ്, ഇത് അടിപൊളി സ്ഥലമാണ്, അടിപൊളി സ്ഥലം. ഇനി ഞാൻ എന്തായിരുന്നാലും അങ്ങോട്ട് പോട്ടെ ഗൈസ്. ഇവിടെ നിന്ന് 24 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഞാനിപ്പോ സെൻകോട്ടയാണ് നിൽക്കുന്നത്. സെൻകോട്ടയിൽ 24 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. അങ്ങോട്ട് പോകും. തമിഴ്നാട്ടിൽ പെട്രോളിന് വില കുറവായതുകൊണ്ട് അടുത്തുള്ള പമ്പിൽ കയറി ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാന്ന് വിചാരിച്ചു. 1 ലിറ്റർ പെട്രോളിന് ഇവിടെ എത്ര രൂപ? 101. നമ്മളവിടെ 107. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. പക്ഷേ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ചേട്ടാ, இந்த சன்ஃப்ளவர் பார்க்கறதுக்கு எங்க போகணும்? ஸ்ட்ரைட்டா போயா? ഓക്കേ, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ അവസാനം സൂര്യകാന്തി പാടത്തേക്ക് എത്തി. ഇത് കാണണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫീസ് അടയ്ക്കണോ? ഇതിന്റെ അകത്ത് കയറണമെങ്കിൽ എന്തെങ്കിലും? ഇത് പാക്കുறதுக்கு ആളെ പാക്കലേ நீங்க எடுங்க வருவாங்க. വരോ? ഒരാൾക്ക് എത്ര രൂപ? 25 ரூபாய் நினைக்கிறேன். 25 தெரியல. அண்ணா வராங்க. 25 ரூபாய் நினைக்கிறேன். அண்ணா வருது. பைக்ல எடுங்க. ஓகே, சரி சரி. நம்ம பாக்குறது கேக்குறது பிரச்சனை கிடையாதுல்ல? கிடையாது, தொட்டுட்டோம். നിങ്ങളിപ്പോൾ കാണുന്നതാണ് ഇവിടുത്തെ കൗണ്ടർ അയ്യ. ആളൊരു പാവം മനുഷ്യനാണ്. രണ്ടുപേർക്ക് എത്ര? 40 രൂപ. അയിലേ പൈസ പറഞ്ഞായിരുന്നു. ആള് വരും, എടുത്തോളാൻ പറഞ്ഞു. നമ്മ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്? ഇങ്ങ മട്ടും താനാ അല്ലെ വേറെ ഏതാവത്? അതും ഇത മാതിരി. ഞാനിവിടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കിടിലമാണ് ഗൈസ്, കിടിലം. സെറ്റ് സ്ഥലമാണ് കേട്ടാ, സെറ്റ് സ്ഥലം. ഞാൻ ഇതിനകത്തോട്ടൊക്കെ കയറാം, എല്ലാം ഇതിനകത്തോട്ടൊക്കെ കയറാൻ പറ്റും. ഒരാൾക്ക് 40 രൂപയാണ്. അല്ല, രണ്ടുപേർക്കും കൂടെ 40 രൂപ, ഒരാൾക്ക് 20 രൂപയാണ്. പൂ പറിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ എന്തായാലും പൂ പറിക്കുന്നില്ല. അപ്പൊ ഞാൻ സുന്ദരപാണ്ഡ്യപുരത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ്. ഇനി നമുക്ക് ടൈം ഉണ്ട്. അപ്പം വേറെ ഏതെങ്കിലും സ്ഥലം കൂടെ നോക്കി, ഇവിടുത്തെ ഏതെങ്കിലും നല്ല അടിപൊളി സ്ഥലം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പോവാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഉടുപ്പെല്ലാം കണ്ടല്ലോ ഗൈസ്, അത്രയും പൂമ്പൊടിയാണ് ഗൈസ്, പൂമ്പൊടി. അപ്പോൾ ഇത് പോകത്തില്ല, ഇനി കഴിവിയാലേ പോകത്തുള്ളൂ എന്ന് തോന്നുന്നു. ഫുള്ള് പൂമ്പൊടിയാണ് ഗൈസ്. മഞ്ഞ അടിച്ചതല്ല, പൂമ്പൊടിയാണ്. അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് ഇതിനകത്തോട്ട് കയറുന്നവരൊക്കെ നല്ല അടിപൊളി ആൾക്കാരാണ് ഗൈസ്. ഇതിനകത്തെല്ലാം കയറാൻ പറ്റും. പൂ വേണമെങ്കിൽ പറിക്കാം, എല്ലാത്തിനും അവർ ഓക്കെയാണ്, വില്ലിങ് ആണ്. അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഗൈസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം ഒരു ദിവസം. ഇനി ഞാൻ അടുത്തൊരു പ്ലേസിലോട്ട് പോട്ടെ ഗൈസ്. ഓക്കെ.